പ്രിയമുള്ളവരെ, ചാനൽ എസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചും ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നിട്ട നാൾവഴികളെക്കുറിച്ചും കൂടാതെ സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയും ഉള്ള വീഡിയോകൾ ചാനൽ എസിലൂടെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ LGS LDC എക്സാം മുതൽ സിവിൽ സർവീസ് എക്സാം വരെ തയ്യാറെടുക്കുന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ വീഡിയോകൾ തയ്യാർ ചെയ്തിരിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വരിക വരിക സഹചരെ, സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്കു പോക നാം. ബ്രിട്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടഭക്തിലൊട്ടുമേനിലച്ചിടാ. അംശി നാരായണപിള്ള എഴുതി ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ മനോഹരമായ കവിത നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മലയാളികളുടെ സ്വാതന്ത്ര്യദാഹത്തെ വാനോളം ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് ഈ കവിത വഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കുന്നവർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഈ കവിതയും ഇതെഴുതിയ കവിയും എന്ന് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഞാനത് പറയാൻ കാരണം ഇങ്ങനെയുള്ള നിരവധി സഹന സമരത്തിലൂടെയും സായുധ സമരത്തിലൂടെയും ഒക്കെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തതും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഭരണഘടന നിർമ്മിച്ചതുമൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു നീണ്ട ചരിത്രത്തെ നമുക്ക് ഒറ്റയടിക്കങ്ങ് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബ്രിട്ടനിൽ കുറച്ച് വ്യാപാരികൾ ചേർന്ന് 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിക്കുമ്പോൾ മുതൽ തുടങ്ങുന്നതാണ് നമ്മുടെ ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ചരിത്രം. അത് അവസാനിക്കുന്നതാകട്ടെ 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുമ്പോഴും. അതിനാൽ തന്നെ ഈ 1600 മുതൽ 1950 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഈ രീതിയിലുള്ള ഒരു പഠനം ആയിരിക്കും. 5 സ്റ്റേജസ്. 1600 മുതൽ 1950 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, തരംതിരിക്കാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടം. 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 വിഷയങ്ങളായിരിക്കും. ഒന്ന്, 1600 ബ്രിട്ടനിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുകയും തുടർന്ന് വാണിജ്യത്തിനും വ്യവസായത്തിനും ഒക്കെയായിട്ട് ധാരാളം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആഗമനവും അതിനെ തുടർന്ന് അവർ ഇവിടെ പതുക്കെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചരിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രധാനമായും നടക്കുന്ന 2 സംഭവ വികാസങ്ങളുണ്ട്. ഒന്ന് 1757 പ്ലാസി യുദ്ധം, രണ്ടാമത്തെന്ന് പറയുന്നത് 1764 ബക്സാർ യുദ്ധം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പ്രധാനമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1765 മുതൽ 1858 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നടക്കുന്നത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടക്കമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തുടക്കമാണ് ശരിക്കും ഈ 1765 മുതൽ 1858 വരെയുള്ള കാലഘട്ടം സൂചിപ്പിക്കേണ്ടത്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരികയും
അവർ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ അധികാരം സ്ഥാപിക്കുകയും പിന്നീട് ഇന്ത്യയിലേക്ക് മുഴുവൻ അവർ അധികാരം വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ 1765 മുതൽ 1758 വരെയുള്ള കാലഘട്ടം നമുക്ക് മുമ്പിൽ വിവരിക്കുന്നത്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 1858 മുതൽ 1919 വരെയുള്ള കാലഘട്ടമാണ്. 1858 മുതൽ 1919 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൻ്റെ അവസാനവും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിൻ്റെ അവസാനവും പാർലമെന്ററി ഭരണ സംവിധാനത്തെ, അതായത് ബ്രിട്ടീഷ് പാർലമെന്ററി ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഇന്ത്യയിലെ തുടക്കവുമാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്ററി ഭരണ സംവിധാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്ന കാലഘട്ടമാണ് 1858 മുതൽ 1919 വരെയുള്ള കാലഘട്ടം. ഇതിൻ്റെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ്. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും സെൽഫ് റൂൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അവർക്ക് സ്വയംഭരണം വേണമെന്നുള്ള ആ ഒരു ആവശ്യം അതിൻ്റെ ഉച്ചസ്ഥായി പ്രകടിപ്പിച്ചുകൊണ്ട് ധാരാളം സമരങ്ങളും അതുപോലെ തന്നെ എന്താണ് പറയുക പ്രമേയങ്ങൾ പാസ്സാക്കുകയും സമരങ്ങൾ നടത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ശക്തമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 1947 മുതൽ 1950 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നു. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഈ 1947 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും 1600 മുതൽ 1950 വരെയുള്ള ഈ ഒരു ചരിത്ര കാലഘട്ടത്തെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ചാനൽസിലൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും. ബൈ ബൈ.